മഹത്തായ ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് മഹാഭാരതവും ഭാഗവതവും അധ്യാത്മരാമായണവും ഭഗവത്ഗീതയുമൊക്കെ. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ട്. ഇതിൻ്റെ മഹത്വം ഈശ്വരതുല്യരായ യോഗികൾക്ക് മാത്രമേ മുഴുവൻ മനസ്സിലായിട്ടുള്ളൂ. സാധാരണ മനുഷ്യരിൽ ഒരു 5% പേരെ ഇതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുന്നുള്ളൂ. അവർക്കും 100% കിട്ടുന്നില്ല. ഈശ്വരതുല്യരായ യോഗികളാണ് ഇത് രചിച്ചത്. ദൈവത്തിന് മനുഷ്യനെ അറിയിക്കാനുള്ള കാര്യങ്ങൾ, മനുഷ്യൻ്റെ പുരോഗതി അനുസരിച്ച് കാലങ്ങൾ മാറിയാലും മനസ്സിലാകത്തക്ക, കാലത്തനുസരിച്ച് ആശയങ്ങൾ ഗ്രഹിക്കാൻ തക്ക രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഇവയൊക്കെ. അതിൽ ഏറ്റവും ഉത്തമമായിട്ട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ടത് രാമായണമാണ്. യോഗിയാണത് എഴുതിയത്. ഈശ്വരൻ പുരോഗമിക്കുന്ന മനുഷ്യനെ ആ കാലത്ത് ഓരോ പുരോഗതി ഘട്ടത്തിലും മനസ്സിലാക്കാൻ തക്കതെല്ലാം ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഈ രാമായണം. അതിൻ്റെ അന്തരാർത്ഥം അതിഭയങ്കരമാണ്, അത്ര ശക്തമാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിലെ പുണ്യഗ്രന്ഥമായിട്ടാണ് കരുതുന്നത്. പുണ്യത്വം കൊണ്ട് അതിനകത്തൊരു ഈശ്വര തേജസ് ഉണ്ടെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഇത് കൊണ്ടു നടന്നിരുന്നത്. അന്നതേ മനസ്സിലാക്കിയിരുന്നുള്ളൂ. മനുഷ്യൻ്റെ പുരോഗതി മുന്നോട്ട് തുടങ്ങിയതേ ഉള്ളായിരുന്നു. ആധുനിക മനുഷ്യൻ്റെ ആ ഒരു പ്രതിഭ വികസിച്ചു തുടങ്ങിയ കാലത്ത് ഉള്ളതാണ് ഈ രാമായണം. അന്ന് ഈശ്വരനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ യോഗികൾ. രാമായണം എഴുതിയ വാൽമീകിയും മറ്റും. അതിപ്പോൾ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് വരെയൊക്കെ ഈ രാമായണം പുണ്യഗ്രന്ഥമായിട്ടാണ്. 20-ാം നൂറ്റാണ്ട് വന്നപ്പോൾ അതിൻ്റെ അന്തരാർത്ഥത്തിലേക്ക് ചെറിയ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൽ നല്ലൊരു മാറ്റത്തോടു കൂടി, കാരണം ബ്രെയിൻ കുറച്ചേറെ വികസിച്ചു മനുഷ്യൻ്റെ. അപ്പോഴേക്ക് 21-ാം നൂറ്റാണ്ടിൽ ഇതിനേക്കാൾ ഉന്നതമായ തലത്തിൽ രാമായണത്തെ മനസ്സിലാക്കും മനുഷ്യൻ. സത്യത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള പഠിക്കാൻ വേറൊന്നും വേണമെന്നില്ല. ഇതിലെ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളെയും വിശകലനം ചെയ്താൽ മതി. ഇങ്ങനെ വിശകലനം ചെയ്ത് പഠിച്ചാൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം രാമായണത്തിൽ നിന്നും കിട്ടും. പുറകോട്ട് മാറേണ്ട കാര്യമില്ല ഒരു കാര്യത്തിലും. ഇതൊക്കെ മുൻകൂട്ടി കണ്ട ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് ഈ യോഗികൾ. വാൽമീകി മഹർഷിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള ആശയങ്ങൾ, ഗോപ്യമാണ് അതിനകത്ത്, ഗോപ്യമായ രീതിയിൽ. കാരണം മനുഷ്യൻ പുരോഗമിക്കുന്നതനുസരിച്ച് അതിൻ്റെ അന്തരാർത്ഥം മുഴുവൻ മനസ്സിലാവുകയുള്ളൂ. 20-ാം നൂറ്റാണ്ടിൽ കിട്ടിയതിനേക്കാൾ മനുഷ്യൻ പുരോഗമിച്ച് 21-ാം നൂറ്റാണ്ടിൽ കുറെ കൂടി അർത്ഥവ്യാപ്തിയിൽ അവൻ മനസ്സിലാക്കും. മുന്നോട്ട് പോകും. ഇത് എത്ര 1000 കൊല്ലം കഴിഞ്ഞാലും പഴക്കം വരാത്ത ഒരു ഗ്രന്ഥമാണ് ഇത്. നമ്മൾ സാധാരണ മനുഷ്യൻ്റെ കഥയുടെ ഒഴുക്കും അതിൻ്റെ അകത്തെ ആ തർജ്ജമ ചെയ്തപ്പോൾ എഴുത്തച്ഛൻ ചേർത്ത സംഗീതാത്മകതയും സാഹിത്യ ഭംഗിയൊക്കെ ആസ്വദിക്കും. അതുപോലെ അതല്ല അതിനകത്തെ ആശയം. അതിനകത്തെ ഗാംഭീര്യം മനസ്സിലാക്കണമെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും നല്ലപോലെ വിശകലനം ചെയ്യണം. ഈ രാമായണം പഠിച്ചേ പറ്റൂ. എല്ലാ ഹിന്ദുക്കളും നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾക്കൊരു പദ്ധതി തയ്യാറാക്കണം. അതായത് ഹിന്ദുക്കളെല്ലാം കൂടെ ചേർന്നൊരു സംഘടന ഉണ്ടാവുകയോ, അല്ലെങ്കിൽ ഓരോ സമുദായത്തിലും പ്രത്യേകമായാലും കുഴപ്പമില്ല. ഇതെങ്ങനെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 തട്ടായിട്ട് കുട്ടികളെ ഇത് തിരിക്കണം. 10 വയസ്സ് വരെ അല്ലെങ്കിൽ 12 വയസ്സ് വരെ ഒരു ഗ്രൂപ്പ്, 12 മുതൽ 17 വരെ മറ്റൊരു ഗ്രൂപ്പ്, 17 മുതൽ 21 വരെ മറ്റൊരു ഗ്രൂപ്പ്. ഈ 3 ഗ്രൂപ്പിനും ആണ്ടിൽ ഒരു പ്രാവശ്യം വീതം ഒരു എഴുത്ത് ടെസ്റ്റ് ഏർപ്പെടുത്തണം. അതായത് 2 ദിവസം എഴുതുന്ന ഒരു പരീക്ഷ, അവധി ദിവസങ്ങളെങ്ങാനും നോക്കി 2 ദിവസത്തെ പരീക്ഷ. കഥാസന്ദർഭങ്ങളുടെ ഗാംഭീര്യം അതിനെ വിശകലനം ചെയ്യാനും
പാത്രങ്ങളെ അവരുടെ ആ മൂല്യം, അവരുടെ ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന തത്വങ്ങളും ആയിരിക്കണം അതിനകത്ത് ക്വസ്റ്റ്യൻ, അതിനുവേണ്ടിയുള്ള ക്വസ്റ്റ്യൻ തയ്യാറാക്കണം. ഈ മൂന്ന് ഗ്രൂപ്പിനും 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേണം. കാരണം ആ പ്രായത്തിനനുസരിച്ച് ഗാംഭീര്യം വർദ്ധിച്ചു വരണം. ഒരു പ്രൈസ് തയ്യാറാക്കണം. ഫസ്റ്റ് പ്രൈസ് 3 ഗ്രൂപ്പിനും കൊടുക്കണം. ഫസ്റ്റ് പ്രൈസ് 50,000 രൂപ കൊടുക്കണം. സെക്കൻഡ് പ്രൈസ് ഈ 2 പേർക്ക് 6 പേർക്ക് 25,000 രൂപ വീതം കൊടുക്കണം. അത് കഴിഞ്ഞ് 3-ാം പ്രൈസ് 10,000 രൂപ വീതം ഒരു ഗ്രൂപ്പിന് കൊടുക്കണം, ഈ 2 പേർക്ക്. പിന്നെ പ്രോത്സാഹന സമ്മാനം 10 പേർക്ക് വേറെ, അതൊരു 1,000 രൂപ വീതം കൊടുക്കണം. ഇതിനുള്ള സമ്പത്ത് സമ്പാദിക്കുന്നത് നമ്മൾ സന്നദ്ധ സംഘടനകളിൽ നിന്ന് സഹായം നമ്മൾക്ക് അഭ്യർത്ഥിക്കാം. പൊതുജനത്തിൽ നിന്ന്. ഹിന്ദുക്കൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഹിന്ദുമത വിശ്വാസികൾ യഥാശക്തി 10 രൂപ കിട്ടിയാലും നമുക്കത് മതി. 1,000 രൂപയോ 1,00,000 രൂപയോ തരുന്നവരും അതും സന്തോഷം. അവർക്ക് കഴിവുള്ളവരങ്ങനെ തരും. നമ്മളൊരു കാര്യത്തിന് മുന്നോട്ട് ഇറങ്ങാത്തതാണ് ഒന്നും നടക്കാത്തത്. ഇത് ശരിക്കും പഠിച്ചാൽ ഹിന്ദുമതം എന്താണെന്ന് അതിനോട് ബഹുമാനം വളരെ വർദ്ധിക്കും. ഇത്തിക്കവിഞ്ഞൊരു കാര്യമില്ലെന്ന് തോന്നിത്തുടങ്ങും. അത്ര കൂടുതൽ ഗാംഭീര്യമുള്ളതാണിത്. ഇത് നല്ല ടെസ്റ്റ് നടത്തി ഈ രീതിയിൽ മുന്നോട്ട് പോകണം. യഥാശക്തി അവരവർ പഠിച്ചോളും. പാഠശാലകൾ വേണമെങ്കിൽ നടത്താമെങ്കിൽ നമ്മൾ അതിൽ കരയോഗങ്ങളോ ശാഖകളോ ഒക്കെ കേന്ദ്രീകരിച്ച് എല്ലാ ഹിന്ദു സമുദായത്തിൽപ്പെട്ടൊരു പങ്കുചേരണം. ഇത് ആ ക്വസ്റ്റ്യൻ ആൻസർ തന്ന് പ്രൈസ് നിശ്ചയിച്ച് അവർക്ക് തുക കൊടുക്കണം. അത്രയും തുക ഉണ്ടാക്കുക എന്നുള്ളത് വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ്. അങ്ങനെ കേരളത്തിലുള്ളവരെല്ലാവരും, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ സഹകരിച്ചെന്ന് വരും, ഒരു പുതിയ പ്രസ്ഥാനമായതുകൊണ്ട്. പുറത്ത് കേരളത്തിൽ നിന്ന് ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും അവർ സഹായിക്കും. പലതും ചെയ്യണം. നമ്മൾ ഈ കാര്യത്തിൽ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല. ഈ മതം മാറിപ്പോകുന്നത് ഇതിൻ്റെ മഹത്വം അറിയാത്തതുകൊണ്ടാണ്. ഇത് ഏതാണ്ട് കാടത്തരമാണെന്നുള്ള ധാരണയാണ് ഇപ്പം കാട്ടിക്കൂട്ടുന്നത്. പലതും അങ്ങനെയാണ് മതത്തിൻ്റെ പേരിൽ. അതുകൊണ്ടുകൂടി കുട്ടികൾ ബുദ്ധിയുള്ളവരാ, പഴയ കുട്ടികളല്ല. ഇപ്പം പരിണാമത്തിലൂടെ അവർ നല്ല വികസനം വന്നിട്ടുണ്ട്. 50 വയസ്സുകാരൻ്റെ അറിവ് ഇപ്പം ഒരു 15 വയസ്സുകാരനുണ്ടെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു മനസ്സിലാക്കാമെങ്കിൽ അവർക്കതിനുള്ള സന്ദർഭം കിട്ടിയാൽ അവർ നന്നായിട്ട് കസറും മിടുമിടുക്കങ്ങളും മിടുക്കുകളുമായി മാറും. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ വളർത്തേണ്ടതുണ്ട്. ഈ ഹിന്ദുമതത്തെ അങ്ങനെ വേണം വളർത്താൻ. അല്ല ഇതെങ്ങനെയും വളർന്നോട്ടെ, എന്തെങ്കിലും പൊക്കോട്ടെ, മതം മാറിപ്പോകുമ്പോൾ അവനെ ദോഷമായിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മതം മാറിപ്പോകുന്ന അറിവില്ലാത്തതുകൊണ്ടാണ്. ഇതെന്തുവാണെന്ന് അറിഞ്ഞുകൂടാ. കസ്തൂരിമാൻ ഓടി നടക്കുന്നത് പോലെയാണ് ഈ മണം കിട്ടുന്നത് എവിടെയാണെന്ന് അറിയാതെ ഓടി നടക്കുന്നത് പോലെയാണ് ഹിന്ദുക്കൾ ഒന്നും പഠിക്കാനുള്ള സന്ദർഭമില്ല. നമ്മൾ ദയവായിട്ട് ഈ കാര്യം എല്ലാവരും ഒന്ന് ചിന്തിക്കണേ. നമ്മുടെ സംഘടനയിൽ നിന്നും അല്ലാതെ വ്യക്തികളും ഈ വർഷം ചിന്തിച്ച് നമുക്കൊരു ടെസ്റ്റ് ഏർപ്പെടുത്തണം. ആണ്ടിൽ ഒരു ടെസ്റ്റ് മതി. 3 ഗ്രൂപ്പിനും ഈ 2 ദിവസം കൂടുന്ന ഓരോ ടെസ്റ്റ്. അതിന് പ്രൈസ് കൊടുക്കണം. അതിന് പണം നമുക്ക് വന്നു ചേരും. മുന്നോട്ടിറങ്ങിയാൽ മതി. ഈ രീതിയിൽ നമ്മളിത് ഈ മതപഠനം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഉറപ്പാണ്. ഒരു ഫസ്റ്റ് പ്രൈസ് 50,000 രൂപ വീതം കിട്ടുക എന്ന് പറയുന്നത് അത്ര മോശം കാര്യമാണോ? അവരത് പഠിച്ചോളും. ആവശ്യമുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നോ മറ്റ് ഏതെങ്കിലും നെറ്റ് ഉപയോഗിച്ചോ പഠിച്ച് വേണ്ട രീതിയിൽ അവരെ അല്ലെങ്കിൽ അറിവുള്ളവരെ സമീപിച്ച് പഠിച്ചോളും. ഈ രീതിയിൽ നമ്മൾക്ക് ഉടനെ തന്നെ വേണം. ദയവായിട്ട് ഇതിലൊന്ന് പങ്കുചേരണം. ഇത് നല്ലൊരു കാര്യമാണ്. ഇതൊന്നും രൂപപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. ഒന്ന് രൂപപ്പെട്ട് വരണം. ഓരോ കരയോഗത്തിലുള്ളവരും ഓരോ ഗ്രൂപ്പിലുള്ളവരും അവരവരുടെ, അതായത് ഈ ഓരോ ഘടകങ്ങളിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ ഇത് രൂപം കൊടുക്കണം.
അങ്ങനെ വേണം ഇത് മുന്നോട്ട് പോകാൻ. വേണ്ട പ്രോത്സാഹനം നമുക്ക് കൊടുക്കണത്. മതം പഠിക്കട്ടെ, കുട്ടികൾ നന്നായിട്ട് പഠിക്കട്ടെ മതം. അപ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കും. ഇതെന്തുവാണെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ ഹിന്ദുക്കൾക്ക്. ഇത്ര മഹത്തായ ഒരു സംഗതി ഉണ്ടായിട്ട് എന്തോ എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിൽ. ഓക്കെ.